നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ ഇന്ന് അത്ലറ്റിക്കോ മാഡ്രിഡും റയൽ മാഡ്രിഡും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണല്ലോ. സൗദി അറേബ്യൻ നഗരമായ ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 കളി. ജയിക്കുന്നവരെ കാത്ത് ബാഴ്സലോണ അവിടെ ഫൈനലിൽ നിൽപ്പുണ്ട്. സെമിയിൽ അവർ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോയതാണ്. അപ്പോൾ ഇന്നത്തെ കളിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡും റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സാബി അലോൺസോയും ജൂഡ് ബെല്ലിംഗാമുമാണ് മാധ്യമങ്ങളെ കണ്ടത്. രണ്ടുപേരോടും ചോദിച്ചു, ഒരു റിവഞ്ച് തീർക്കാനില്ലേ ഈ സീസണിൽ? അധികം മുമ്പൊന്നുമല്ലാതെ നിങ്ങൾ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് 5-2 പൊട്ടിയതല്ലേ, ഇവിടെ ഇട്ടൊരു റിവഞ്ച് നടക്കുമോ? അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, സെപ്റ്റംബർ 27 രാത്രി അത്ലറ്റിക്കോ മാഡ്രിഡ് മെട്രോപൊളിറ്റനോയിലിട്ട് റയൽ മാഡ്രിഡിനെ 5-2 തകർത്ത് തരിപ്പണമാക്കിയത്. അന്ന് കിലിൻ എംബാപ്പയൊക്കെ ഉണ്ടായിരുന്നു. എംബാപ്പയും ഗ്യൂളറുമാണ് റയലിൻ്റെ ഗോളുകൾ അടിച്ചതെങ്കിൽ മറുഭാഗത്ത് നോർമൻഡും അതുപോലെ സൊർലോത്തും പിന്നെ ഗ്രീസിയും ഒക്കെ ഗോളടിച്ചു. ഹുലിൻ ആൽവരസിൻ്റെ വക ബ്രേസ്. അപ്പോൾ ഇന്ന് അതിന് പ്രതികാരമോ? അതാണ് ചോദ്യം. സാബിയുടെ മറുപടി 5-2 തോൽവിയെക്കുറിച്ച് പറയുമ്പോൾ, ഞങ്ങൾക്ക് ഇതൊരു വ്യത്യസ്തമായ ഗെയിമാണല്ലോ, ഞങ്ങൾ അങ്ങനെ അതിനെ കാണുന്നത്. ശരിയാണ്, ഞങ്ങൾ ചില ഏരിയകളിൽ ലാക്ക് ചെയ്തിരുന്നു ആ കളിയിൽ. ഇപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ നല്ല രൂപത്തിൽ അവെയറാണ്. ആ സെയിം മിസ്റ്റേക്സ് ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കും. ഒരു ഹയർ ലെവൽ ഗെയിമാണ് ഞങ്ങൾ ഇന്ന് കളിക്കാൻ ആഗ്രഹിക്കുന്നത്. ബട്ട് ഐ ആം ഷുവർ ഈ മത്സരത്തിൽ ഞങ്ങൾ കൂടുതൽ ബെറ്റർ ടീമാണ് എന്നുള്ളത് കാണിച്ചിരിക്കും. ഇതൊരു ഹാർഡ് ഫോർട്ട് മാച്ചായിരിക്കും എന്നുകൂടി സാബി അലോൺസോ പറയുന്നു. അതേസമയം ജൂഡ് ബെല്ലിംഗാം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തോടും ചോദ്യം 5-2 പൊട്ടലിനെ കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തോട് റിവഞ്ച് അല്ലേ എന്ന് തന്നെ ചോദിക്കുന്നുണ്ട്. റിവഞ്ച് എടുക്കുമോ? അദ്ദേഹത്തിൻ്റെ മറുപടി, ഈ മാച്ച് തീർച്ചയായിട്ടും നമ്മൾ ഹൃദയം കൊണ്ടും തല കൊണ്ടും ഒരുപോലെ കളിക്കേണ്ടതാണ്. ഇത് ഒന്നിൽ നിന്ന് നമുക്ക് മാറ്റി കാണാൻ പറ്റില്ല. എത്ര പ്രധാനപ്പെട്ടതാണ് ഈ മത്സരം എന്ന് എനിക്കറിയാം. കാരണം ആ ഒരു തോൽവിക്ക് ശേഷം ഞങ്ങൾക്കത് നന്നായിട്ടറിയാം. ഫാൻസിന് വേണ്ടി ഞങ്ങൾക്കത് ചെയ്തേ പറ്റൂ, ആ പ്രതികാരം ചെയ്തേ പറ്റൂ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഗെയിം കളിക്കളത്തിൽ കളിക്കുക, അവിടെ സംസാരിക്കുക. കളിക്കളത്തിൽ ചെയ്തുകൊണ്ട്, അല്ലാതെ വായ കൊണ്ടല്ല, കളിക്കളത്തിൽ സംസാരിക്കുക. ലെറ്റ് അവർ ഗെയിം ഓൺ ദി പിച്ച്, ഡു ദി ടോക്കിംഗ്, സ്റ്റേ ഫോക്കസ്ഡ്, കൺട്രോൾ ദി ഗെയിം. അതാണ് ജൂഡിൻ്റെ മറുപടി. ബെല്ലിംഗാം ഒന്നുകൂടി റിവഞ്ച് എന്ന് തന്നെ പറയുന്നുണ്ട്. സോ കളിക്കളത്തിൽ എന്ത് സംഭവിക്കും? ഇന്ന് ആ പ്രതികാരം, ആ കണക്കങ്ങ് വീട്ടാൻ കഴിയുമോ? ആ പകയങ്ങ് തീർക്കാൻ പറ്റുമോ? സാബി അലോൺസോയുടെ സംഘത്തിനെ കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.